രാഹുൽ ഗാന്ധിക്ക് ശിക്ഷ. മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവും 15,000 രൂപ പിഴയും സൂറത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ നടത്തിയ മോദി പരാമർശത്തിനെതിരെയാണ് കേസ്. എല്ലാ കള്ളന്മാർക്കും മോദി എന്ന് പേര് വന്നത് എങ്ങനെയെന്നായിരുന്നു പരാമർശം. കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കർണാടകയിലെ കോലാറിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ് കേസിനാസ്പദം. കള്ളന്മാരുടെ പേരിനൊപ്പം മോദി എന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. നീരവ് മോദി, ലളിത് മോദി എന്നിവരുടെ കേസുകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാമർശം. എന്നാൽ രാഹുലിന്റെ പരാമർശം അപമാനമുണ്ടാക്കിയെന്ന് കാണിച്ച് സൂറത്തിൽ നിന്നുള്ള മുൻ മന്ത്രിയും MLA-യുമായ പൂർണേഷ് മോദിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയത്. IPC 499, 500 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. രാഹുൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സൂറത്തിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി കേൾക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കോടതിയിലെത്തിയിരുന്നു. ശിക്ഷാവിധിക്ക് പിന്നാലെ കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചു. 10,000 രൂപ കെട്ടിവെച്ചാണ് രാഹുൽ ജാമ്യമെടുത്തത്. കേസിൽ അപ്പീൽ നൽകാൻ കോടതി രാഹുലിന് 30 ദിവസം സമയം നൽകിയിട്ടുണ്ട്. അതുവരെ തുടർ നടപടികൾ ഉണ്ടാകാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശം നൽകി. എന്റെ മതം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണ്, സത്യമാണ് എന്റെ ദൈവമെന്നുമാണ് കോടതി വിധിക്ക് ശേഷം രാഹുലിന്റെ പ്രതികരണം. കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. पहले से ये लोग जज को बदलते गए, ये सारी चीजें करते गए, हमको तो अंदाजा लग रहा था, लेकिन हम कानून में विश्वास रखने वाले हैं, जुडिशरी में विश्वास रखने वाले हैं और कानून के तहत ही हम लड़ेंगे. അതേസമയം വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം രാഹുൽ ഗാന്ധി അയോഗ്യനായേക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സഭയിൽ സർക്കാരിന് അടിതെറ്റി. നിയമസഭാ സംഘർഷത്തിൽ വാച്ച് ആൻഡ് വാർഡ് അംഗത്തിന്റെ കൈക്ക് പൊട്ടലില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. ഇതോടെ പ്രതിപക്ഷ MLA-മാർക്കെതിരെ ചുമത്തിയ ജാമ്യമില്ലാ വകുപ്പുകളിൽ ഒന്ന് ഒഴിവാക്കാനാണ് സാധ്യത. വാച്ച് ആൻഡ് വാർഡിന്റെ വലതു കൈമുട്ടിന് പൊട്ടലുണ്ടെന്ന പരാതിയിലാണ് കണ്ടാലറിയാവുന്ന 5 MLA-മാർ ഉൾപ്പെടെ 12 പേർക്കെതിരെ കേസെടുത്തത്. ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതുൾപ്പെടെ 3 ജാമ്യമില്ലാ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നു. എന്നാൽ വാച്ച് ആൻഡ് വാർഡിന്റെ കൈമുട്ടിന് പൊട്ടലില്ലെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ഇതോടെ ജാമ്യമില്ലാ വകുപ്പായ ഇന്ത്യൻ ശിക്ഷാ നിയമം 326 ഒഴിവാക്കാനാണ് നീക്കം. ആശുപത്രി ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്ന ഒരു കാര്യമാണിത്. എന്നിട്ടാണ് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ് വനിതാ അംഗങ്ങൾക്കെതിരെ വരെ എടുത്തത്, ജാമ്യമില്ലാത്ത കേസെടുത്തത്. ഈ വാച്ച് ആൻഡ് വാർഡിന് ഒരു പരിക്കുമില്ല എന്നുള്ള വാർത്ത വന്നതോടുകൂടി മുഖ്യമന്ത്രിയാണ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുക. ഡോക്ടർമാരുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് പോലീസ് നടപടി. പ്രതിപക്ഷ MLA-മാർ ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ചെന്ന സർക്കാർ വാദത്തിന്റെ മുനയൊടിക്കുന്നതാണ് സാഹചര്യം. അതേസമയം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെ 2 ജാമ്യമില്ലാ കുറ്റം പ്രതികൾക്കെതിരെ നിലനിൽക്കും. സച്ചിൻ ദേവ് അപകീർത്തിപ്പെടുത്തിയെന്ന KK രമയുടെ പരാതിയിൽ കേസെടുക്കുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മാനനഷ്ട പരിധിയിൽ വരുന്നതിനാൽ കോടതിയാണ് കേസ് പരിഗണിക്കേണ്ടതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. സച്ചിൻ ദേവ് MLA-ക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് KK രമ. സൈബർ സെല്ലിന് നൽകിയ പരാതിയിൽ തെളിവെടുപ്പോ അന്വേഷണമോ ഉണ്ടായിട്ടില്ല. അതിനാൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും KK രമ പറഞ്ഞു. ഏത് പരാതി കൊടുത്താലും അതിന് റിപ്ലൈ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയില്ല. ഞാൻ എന്തായാലും ഇത് ഇങ്ങനെ സൈബർ സെല്ലിൽ മാത്രം കൊടുത്തതുകൊണ്ട് നിൽക്കാൻ പോകുന്നില്ല. ഞാൻ മാനനഷ്ടത്തിന് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാനനഷ്ട കേസ് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കൊടുക്കുകയും ചെയ്യും. ആലപ്പുഴ CPM-ൽ കൂട്ടരാജി തുടരുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ SDPI ബന്ധത്തിൽ ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാടിൽ CPM അംഗങ്ങളുടെ രാജി തുടരുന്നു. ചെറുമിക്കാട്, ഓട്ടാഫീസ്, ആഞ്ഞിലിച്ചുവട് ബ്രാഞ്ചുകളിലെ മുഴുവൻ അംഗങ്ങളും രാജി നൽകി. പുതുതായി 14 അംഗങ്ങളാണ് പാർട്ടി വിട്ടത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിന് SDPI നേതാവുമായി ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ഇതോടെ രാജിവെച്ചവരുടെ എണ്ണം 51ആയി. രാജിക്കാര്യം CPM ജില്ലാ സെക്രട്ടറി R നാസർ സ്ഥിരീകരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
ചെങ്ങന്നൂർ ചെറിയനാട് സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദ് പകൽ CPM-ഉം രാത്രി SDP-യുമാണെന്ന ഗുരുതര ആരോപണം വീണ്ടും ഉന്നയിച്ചാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ 14 CPM അംഗങ്ങൾ കൂടി രാജിവെച്ചത്. ഫെബ്രുവരി 1 മുതൽ പ്രവർത്തകർ കൂട്ടത്തോടെ രാജി ചെങ്ങന്നൂരിൽ നൽകി വരികയാണ്. ആദ്യഘട്ടത്തിൽ വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ 34 പാർട്ടി അംഗങ്ങൾ ജില്ലാ ഏരിയ നേതൃത്വങ്ങൾക്ക് രാജിക്കത്ത് നൽകി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദ് SDP നേതാവ് അഷാദുമായി ചേർന്ന് പരസ്യമായി കച്ചവടം നടത്തുന്നു എന്നതായിരുന്നു മുഖ്യ ആരോപണം. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ABVP പ്രവർത്തകൻ വിശാലിനെ കൊല ചെയ്ത കേസിലെ പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനുമായി LC സെക്രട്ടറി സ്ഥാപനത്തിന്റെ കൌണ്ടർ പങ്കിടുന്നതടക്കമുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. വർഗീയതക്കെതിരെ സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്യുന്ന പരിപാടികളൊന്നും തന്നെ LCക്ക് കീഴിൽ നടത്തുന്നില്ലെന്നും രാജിക്കത്തിലുണ്ട്. ഷീദ് മുഹമ്മദിന്റെ വാർഡിൽ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റിൽ CPM 3-ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടതിനെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. രാജി മാധ്യമങ്ങൾ വാർത്തയായതോടെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ജനകീയ പ്രതിരോധ ജാഥ കഴിയുന്നതുവരെ സംയമനം പാലിക്കണമെന്ന രാജി നൽകിയവരോട് ആവശ്യപ്പെടുകയായിരുന്നു. ഒരാൾക്ക് SDP ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ആരോപണം. ആ ബന്ധം ഉണ്ടോ ഇല്ലെന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ പറയാനൊക്കെ ഇല്ല. അപ്പോൾ നമ്മുടെ ആ പാതക പരിശോധനത്തിൽ അയാൾക്കില്ല, അയാളുടെ സ്വന്തക്കാരൻ ആരുണ്ട് SDP-കാരനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതല്ല അവർ പറയണതല്ല, ഇയാൾക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ചിട്ടല്ലേ നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ട്. ജാഥ കഴിഞ്ഞ ശേഷം വിഷയം നേതൃത്വം ഒതുക്കി തീർക്കാനായാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കൂടുതൽ രാജി. വിഭാഗീയതയേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ചെങ്ങന്നൂരിലെ പാർട്ടി നേതൃത്വം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. വർഗശത്രുക്കളുമായുള്ള പരസ്യ കച്ചവടം പ്രവർത്തകരിൽ അവമതിപ്പുണ്ടാക്കുമ്പോഴും നേതൃത്വം മൗനം പാലിക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ബ്രഹ്മപുരം കേസിലെ വിജിലൻസ് അന്വേഷണം തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വന്തക്കാരെ രക്ഷിക്കാനാണ് അന്വേഷണം. ഒരു കോൺഗ്രസുകാർക്കും അഴിമതിയിൽ പങ്കില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെതർലൻഡ് സന്ദർശിച്ചപ്പോൾ സോണ്ട കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നോ എന്നതിന് മുഖ്യമന്ത്രി ഉത്തരം പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. 2019 മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെതർലൻഡ്സ് സന്ദർശിച്ചപ്പോൾ ഈ സോണ്ട കമ്പനിയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിൽ ബയോ മൈനിങ്, വേസ്റ്റ് ടു എനർജി പദ്ധതികളുടെ നടത്തിപ്പ് കരാർ ഈ സോണ്ട കമ്പനിക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഒരു കോൺഗ്രസ് നേതാവിനും പങ്കില്ല. അത് ഞങ്ങൾ മാത്രമല്ല കട്ടത്, നിങ്ങളും കൂടി കട്ടതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും CBI അന്വേഷണത്തിന് വിധേയമായിരിക്കും. ഒറ്റയാളുമില്ല. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞത് റബ്ബർ കർഷകരുടെ ദുരിതമാണെന്ന് പ്രതിപക്ഷ നേതാവ്. ക്രൈസ്തവ സഭ BJPക്കൊപ്പമല്ല. കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത് റബ്ബർ കർഷകർക്കിടയിലുള്ള വലിയ വിഭാഗത്തെയാണെന്നും VD സതീശൻ. ഞങ്ങളതൊരു BJP അനുകൂല പ്രസ്താവനയായിട്ടല്ല കാണുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അത് റബ്ബർ കർഷകരുടെ പരിതാപകരമായൊരു സ്ഥിതിയിൽ അവിടെ മൈഗ്രേറ്റ് ചെയ്ത കുടിയേറ്റ കർഷകർ ഏറ്റവും കൂടുതലുള്ള പ്രദേശത്താണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ റബ്ബർ കർഷകരുടെ പരിതാപകരമായ നിലയെക്കുറിച്ചുള്ളൊരു വൈകാരികമായ ഒരു പ്രകടനമാണ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, BJP വെച്ചിരിക്കുന്ന കല്ലിൽ തേങ്ങയേറിയാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാരണവശാലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJPയുടെ പുറകെ പോവില്ല. രാഷ്ട്രീയ സ്വാധീന ശക്തിയാകാൻ പുതിയ ഐക്യം രൂപീകരിക്കാനുള്ള കത്തോലിക്ക സഭയുടെ നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇടതു വലതു മുന്നണികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന നീക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് മധ്യകേരളത്തിലെങ്കിലും സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കും. അതേസമയം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ക്രൈസ്തവ ഐക്യം എന്ന ചിന്ത അപ്രസക്തമെന്ന് വാദിക്കുന്നവരും സഭാ നേതൃത്വങ്ങളിലുണ്ട്. ന്യൂനപക്ഷ വിഭാഗമാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീന ശക്തിയായിരുന്നു കത്തോലിക്ക സഭ. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനത്തിൽ കുറവ് വന്നുവെന്നതും കാർഷിക മേഖലയിലുണ്ടായ തിരിച്ചടിക്ക് സർക്കാരുകൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതും പുതിയ ചിന്തകൾക്ക് കത്തോലിക്ക സഭയെ പ്രേരിപ്പിച്ചു. ക്രൈസ്തവ ലേബലുമായി പിറവികൊണ്ട കേരള കോൺഗ്രസുകൾക്ക് തങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്നതാണ് സഭാ നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന്റെയും നിലപാട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തിനകത്തും ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം തേടാനായി 7 മാസം മുമ്പ് കൊച്ചിയിൽ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടിയാലോചനകൾ നടന്നിരുന്നു. ഐക്യമുന്നേറ്റത്തിന് രൂപം നൽകണമെന്ന ആശയം പിറവികൊണ്ടതും കളമശ്ശേരിയിൽ നടന്ന ഈ കൂടിയാലോചന യോഗത്തിലാണ്. ഇതിന്റെ ഭാഗമായാണ് ആലുവയിലും വീണ്ടും യോഗം ചേർന്ന് അവകാശ സംരക്ഷണത്തിനായി രാഷ്ട്രീയ സഖ്യത്തിന് രൂപം നൽകാനുള്ള നീക്കം.
തലശ്ശേരി ബിഷപ്പിന്റെ BJP അനുകൂല പ്രസ്താവന വലിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചതിന് പിന്നാലെയാണ് നിർണായക നീക്കവുമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഒന്നിക്കാൻ ഒരുങ്ങുന്നത്. സംസ്ഥാനത്തെ പ്രബലരായ ഇടതു വലതു മുന്നണികളിലായി ഭിന്നിച്ചു കിടക്കുകയാണ് ക്രൈസ്തവ വോട്ടുകൾ. പുതിയ നീക്കത്തിലൂടെ ഈ വോട്ട് ബാങ്കുകൾ ഒന്നിച്ചു നിരത്തുകയാണ് ലക്ഷ്യം. ഈ നീക്കം യാഥാർത്ഥ്യമായാൽ ഇടതു വലതു മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാകും. പരമ്പരാഗതമായി ക്രൈസ്തവ വോട്ടുകൾ കൈവശം വെക്കുന്നുവെന്ന് കരുതപ്പെടുന്ന UDF-നായിരിക്കും ഇത് ഏറ്റവും നഷ്ടമുണ്ടാക്കുക. മധ്യകേരളത്തിലടക്കം ഇരു മുന്നണികളുടെയും സുരക്ഷിത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ പുതിയ സഖ്യത്തിന്റെ പിന്തുണ നിർണായകമാകും. മുമ്പ് ഇരു മുന്നണികളുടെയും ഭാഗമായിരുന്ന പല പ്രമുഖ നേതാക്കളും പുതിയ നീക്കത്തിന്റെ ഭാഗമാകുമെന്നാണ് സൂചന. നിലവിൽ സിറോ മലബാർ സഭയുടെ ഭാഗമായ ചില ബിഷപ്പുമാരുടെ നേതൃത്വത്തിലാണ് ഐക്യനീക്കം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ക്രൈസ്തവ ഐക്യം സാധ്യമാകണമെങ്കിൽ മറ്റ് സഭാ നേതൃത്വങ്ങളുടെയും നിലപാട് നിർണായകമാണ്. സഭകൾക്കിടയിൽ ഐക്യമാകാമെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കൂട്ടായ്മയിൽ വിയോജിപ്പുള്ളവരുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പാറ്റൂരിൽ വീട്ടമ്മ ആക്രമണത്തിനിരയായ സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച്. വിമൻസ് കോളേജിന് സമീപം ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. വീട്ടമ്മയ്ക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സർക്കാരിനാകില്ലെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് 1 മണിക്കൂറോളം വഴുതക്കാട് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അപ്പോൾ അതിനെക്കുകയാണ് പോലീസ്. അവർക്ക് ഒരു പ്രതിയെ അറിഞ്ഞുകൂടാ, ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ ഇന്ന് എല്ലാ വിരത്തും പോകുന്നു. ആ അവസ്ഥാവിശേഷത്തിലാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ സംഭവത്തിൽ മഹിളാ മോർച്ചയും പ്രതിഷേധം നടത്തി. പേട്ട പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രതിയെ പിടികൂടുമെന്ന ഉറപ്പിലാണ് മഹിളാ മോർച്ച പ്രവർത്തകർ പിരിഞ്ഞുപോയത്. കേരള സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ DS സന്തോഷ് കുമാറിനെതിരെ ഉടൻ നടപടിയുണ്ടായേക്കും. പ്രസവിച്ച് 8ാം നാൾ ജീവനക്കാരിയെ വിളിച്ചുവരുത്തിയ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ വിചിത്ര നടപടി ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. രജിസ്ട്രാർ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വൈസ് ചാൻസലറുടെ തുടർ നടപടി. പ്രസവിച്ച് 8ാം നാൾ ജീവനക്കാരിയെ വിളിച്ചുവരുത്തിയ സംഭവത്തിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. സംഭവം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ VC രജിസ്ട്രാറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. രജിസ്ട്രാർ നിയോഗിച്ച 3-അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും VCയുടെ നടപടി. സംഭവത്തിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ. ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ എന്തുകൊണ്ട് വരാൻ നിർബന്ധിതമായി അതാണ്. അല്ലാതെ ഒരമ്മയും പ്രസവിച്ച് 7 ദിവസമായ ഒരു കുഞ്ഞിനെ 45 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ കിടത്തിയിട്ട് ആരെങ്കിലും വരുമോ? 5-6 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുമോ? ഒരിക്കലും ഒരമ്മ അതിന് തയ്യാറാകില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നിർബന്ധിതയായി എന്ന് തന്നെയാണ്. സംഭവത്തിൽ പരാതി നൽകിയ സ്റ്റാഫ് യൂണിയൻ അംഗങ്ങളുടെയോ ദൃക്സാക്ഷികളായ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ വനിതാ സബ് കമ്മിറ്റി അംഗങ്ങളുടെയോ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പ്രസവിച്ച് 8ാം നാൾ സർവകലാശാലയിൽ വിളിച്ചുവരുത്തിയതും തുടർന്ന് മണിക്കൂറുകളോളം കാത്തുനിന്നതുമടക്കമുള്ള ദുരനുഭവം ജീവനക്കാരി തന്നെ 3-അംഗ സമിതിയോട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ VC ഡെപ്യൂട്ടി രജിസ്ട്രാർക്കെതിരെ ഇന്ന് തന്നെ നടപടിയെടുത്തേക്കും. ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറി കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ച കേസ് പിൻവലിപ്പിക്കാൻ സമ്മർദ്ദമെന്ന് പരാതി. ആശുപത്രി ജീവനക്കാർ അതിജീവിതയെ മാനസികമായി പീഡിപ്പിക്കുന്നതായി ഭർത്താവ് പരാതി നൽകി. പരാതി പോലീസിന് കൈമാറുകയും ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി. കേസ് ഒതുക്കാൻ ജീവനക്കാരുടെ സമ്മർദ്ദമുണ്ടായെന്ന് ആശുപത്രി സൂപ്രണ്ടും സ്ഥിരീകരിച്ചതോടെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. കേസിൽ അറസ്റ്റിലായ മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ MM ശശീന്ദ്രനെ തുടർ നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കാൻ സഹപ്രവർത്തകരിൽ ചിലർ യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. മജിസ്ട്രേറ്റിന് മുൻപിൽ നൽകിയ 164 മൊഴി മാറ്റണമെന്നും കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടെന്നും ഭർത്താവ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നൽകിയ പരാതിയിൽ പറയുന്നു. അവർ വന്നിട്ട് പണം ഓഫർ ചെയ്തിട്ട് ഈ കേസ് പിൻവലിക്കണം, പിന്നെ അവർക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതല്ലേ, അപ്പൊ അവന്റെ ജീവിതമാർഗല്ലേ, നിങ്ങൾ പിൻവലിച്ചിട്ട് കേസ് പിൻവലിക്കുക. പിന്നെ ഇവിടെ ഞങ്ങളാരും ഇല്ലാത്ത ടൈമിൽ വാർഡിൽ വന്നിട്ട് ഭാര്യനെ
വന്നിട്ട് ഹറാസ് ചെയ്യുന്ന രൂപത്തിലാണ് ഓരോ സംസാരങ്ങളൊക്കെ സംസാരിച്ചത്. ഇതെല്ലാം പിന്നെ ലേഡീസ് സ്റ്റാഫുകളാണ്. അവര് വന്ന് ഭാര്യനോട് പറയും, നിനക്ക് ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, നിനക്ക് ഇതൊക്കെ കേസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലേ, നിനക്കത് ഒഴിവാക്കിക്കൂടെ, പിന്നെ ഭാര്യയ്ക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു. കേസൊതുക്കാൻ ജീവനക്കാരുടെ സമ്മർദ്ദമുണ്ടായെന്ന് സൂപ്രണ്ടും സ്ഥിരീകരിച്ചു. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി മാറ്റാൻ ശ്രമിച്ചെന്ന് സൂപ്രണ്ടിന്റെ സർക്കുലറിൽ പറയുന്നു. പരാതി പിൻവലിക്കാൻ ഇരയെ മാനസികമായി വിഷമിപ്പിച്ചു, പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു, സമ്മർദ്ദം ചെലുത്തിയ ജീവനക്കാരുടെ തസ്തികയടക്കം സർക്കുലറിൽ പറയുന്നുണ്ട്. തുടർന്ന് ഡോക്ടർമാർ ഒഴികെ മറ്റുള്ളവർ വാർഡിൽ പ്രവേശിക്കുന്നത് സൂപ്രണ്ട് വിലക്കി. അതിജീവിതയുടെ വാർഡിൽ വനിതാ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാനും തീരുമാനിച്ചു. ജീവനക്കാർ ചെയ്തത് ഗുരുതര കുറ്റമെന്നുള്ള സർക്കുലറിന് പിന്നാലെ സ്വാധീനിക്കാൻ ശ്രമിച്ച ജീവനക്കാരെ അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രിൻസിപ്പാളിന്റെ ചുമതലയുള്ള വൈസ് പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സർക്കാരാണിതെന്ന് മുഖ്യമന്ത്രി. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമത്തിൽ സഹനഭാവമല്ല സ്വീകരിക്കേണ്ടത്. പരാതിപ്പെടാൻ വിമുഖത കാട്ടരുത്, അത് കുറ്റവാളികൾക്ക് പ്രചോദനമാകുമെന്നും മുഖ്യമന്ത്രി. ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ച സ്ത്രീ സുരക്ഷാ എക്സ്പോയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പുലർത്താത്ത സംസ്ഥാനമാണ് നമ്മുടെ. സർക്കാരിന്റെ സമീപനവും അത് തന്നെയാണ്. സമൂഹത്തിലെ തുല്യ പങ്കാളികളാണ് വനിതകൾ. ആ നിലയിൽ വനിതകളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുക, ഇതാണ് സർക്കാരിന്റെ നയം. കുറ്റകൃത്യങ്ങൾക്കെതിരെ പരാതിപ്പെടുക, പരിഹാരം തേടാനുള്ള അവസരം നമ്മുടെ സഹോദരിമാർ ഫലപ്രദമായി ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ലിംഗസമത്വവും ലിംഗനീതിയും ഉറപ്പാക്കാൻ സാധിക്കുക. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾക്ക് നേരെ സഹനമാർഗമല്ല സ്വീകരിക്കേണ്ടത്. കുറ്റവാളികൾക്കെതിരെ പരാതിപ്പെടാൻ വിമുഖത ഉണ്ടാകരുത്. അത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഊർജം പകരുകയാണ് ചെയ്യുക. തിരുവനന്തപുരം പബ്ലിക് ഓഫീസ് കോംപ്ലക്സിലെ ചീഫ് ആർക്കിടെക്ട് ഓഫീസിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മിന്നൽ പരിശോധന. പർച്ചേസ് സംബന്ധിച്ച് വിശദമായി ഇന്റേണൽ വിജിലൻസ് അന്വേഷിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഓഫീസിൽ ജീവനക്കാർ കൃത്യമായി എത്തുന്നില്ലെന്ന പരാതിക്കു പിന്നാലെ വകുപ്പ് സെക്രട്ടറിക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മിന്നൽ പരിശോധന. പഞ്ചിംഗ് സ്റ്റേറ്റ്മെന്റ്, CL രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ തുടങ്ങിയവ ഹാജരാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. ആവശ്യപ്പെട്ട രേഖകൾ വൈകിയതോടെ മന്ത്രി ക്ഷുഭിതനായി. ഒച്ചിന് ഇതിനേക്കാൾ വേഗതയുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. മെസ്സി മരണത്തിന് പോയിക്കോട്ടെ, പക്ഷെ പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തുന്നതിൽ കൃത്യതയില്ലെന്നും പർച്ചേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഇന്റേണൽ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി. പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ തന്നെ ഒരുപാട് സമയമാണ് എടുത്തത്. പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് നോക്കി അതിന്റെ ഓരോ ഇൻ ആൻഡ് ഔട്ട്, എത്ര മണിക്ക് ഓഫീസിൽ ജോലിക്ക് വരുന്നു, എപ്പോൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓഫീസ് വഴിയുള്ള ഫയലിന്റെ വിശദ വിവരങ്ങൾ പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓഫീസിലെ പഞ്ചിംഗ് സ്റ്റേറ്റ്മെന്റ് PWD സെക്രട്ടറി വിശദമായി പരിശോധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കൈക്കൂലി കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന വിജിലൻസ് സ്പെഷ്യൽ സെൽ യൂണിറ്റ് ഡിവൈഎസ്പി P. വേലായുധൻ നായരെ കാണാനില്ല. വിജിലൻസ് സംഘം വീട്ടിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഡിവൈഎസ്പിയെ കാണാതായത്. അറസ്റ്റ് ഭയന്ന് മുങ്ങിയെന്നാണ് സൂചന. വീട്ടുകാർ പരാതി നൽകാത്തതിനാൽ മിസ്സിംഗിന് കേസെടുത്തിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്തോടെ കഴക്കൂട്ടത്തെ വീട്ടിൽ ആരംഭിച്ച വിജിലൻസ് പരിശോധന രാത്രി 9-നാണ് അവസാനിച്ചത്.
തിരുവനന്തപുരം ലോ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് റെഗുലർ ക്ലാസ് ആരംഭിച്ചു. SFI KSU സംഘർഷത്തിന് പിന്നാലെ അടച്ചിട്ട ക്ലാസുകളാണ് ഇന്ന് പുനരാരംഭിച്ചത്. കോളേജിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ പ്രിൻസിപ്പൽ വിളിച്ച സമവായ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രം റെഗുലർ ക്ലാസ് ആരംഭിച്ചത്. മറ്റു വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് തുടരും. അതിനിടെ അധ്യാപികയെ ആക്രമിച്ച സംഭവത്തിൽ SFI പ്രവർത്തകരുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഖലിസ്ഥാൻവാദികൾ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെയിംസ് ക്ലെവർലി. ദൌർഭാഗ്യകരമായ സംഭവങ്ങളാണ് നടന്നതെന്നും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും ജെയിംസ് ക്ലെവർലി പ്രതികരിച്ചു. ഇന്ത്യ-UK ബന്ധം ഊഷ്മളമായി തുടരും. ഇന്ത്യൻ സർക്കാരുമായും ഹൈക്കമ്മീഷനുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. അതേസമയം ഹൈക്കമ്മീഷന് മുന്നിലെ സുരക്ഷ ശക്തമാക്കി കൂടുതൽ സുരക്ഷാ വേലികൾ സ്ഥാപിച്ചാണ് സുരക്ഷ കൂട്ടിയത്. ഹൈക്കമ്മീഷന്റെ 2ാം നിലയിൽ ജീവനക്കാർ കൂറ്റൻ പതാക സ്ഥാപിക്കുകയും ചെയ്തു. ഖലിസ്ഥാൻ നേതാവ് അമിത്പാൽ സിംഗിനെതിരെ തെരച്ചിൽ നടത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചാണ് ഞായറാഴ്ച ഖലിസ്ഥാൻ അനുകൂലികൾ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ അതിക്രമം നടത്തിയത്. സ്വപ്ന സുരേഷ്, വിജേഷ് പിള്ള എന്നിവർക്കെതിരായ പരാതിയിൽ CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K. സന്തോഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. തളിപ്പറമ്പ് DYSP ഓഫീസിലെത്തിയാണ് SP ഹേമലതയ്ക്ക് മുമ്പാകെ മൊഴി നൽകിയത്. മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ഇരുവർക്കുമെതിരെ സന്തോഷ് നേരത്തെ പരാതി നൽകിയിരുന്നു. അരിക്കൊമ്പനെ തളയ്ക്കാനൊരുക്കം. ഓപ്പറേഷൻ അരിക്കൊമ്പൻ ദൌത്യത്തിന് തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലേക്ക്. മറ്റന്നാളാണ് മോക്ക് ഡ്രിൽ. 26-ന് രാവിലെ 4 മണിക്ക് അരിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നതിനുള്ള ദൌത്യം ആരംഭിക്കും. ഭീതി പരത്തുന്ന അരിക്കൊമ്പന് കെണിയൊരുക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാർ. 71 അംഗ ദൌത്യസേന 11 ടീമുകളായി തിരിഞ്ഞാണ് അരിക്കൊമ്പനെ പിടിക്കാനിറങ്ങുക. മറ്റന്നാളാണ് മോക്ക് ഡ്രിൽ. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനുമായി പ്രത്യേക യോഗം ചിന്നക്കനാലിൽ ഇന്നലെ ചേർന്നു. 26-ന് ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ ചില വാർഡുകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തും. 26-ന് ദൌത്യം വിജയകരമായി പൂർത്തിയാക്കാനായില്ലെങ്കിൽ 27-ന് വീണ്ടും ശ്രമിക്കും. അന്ന് SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തും. അന്ന് SSLC എക്സാം നടക്കുകയാണ്. അപ്പൊ ഈ കുട്ടികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനയുമുണ്ട്. 4 കുങ്കിയാനകളാണ് ദൌത്യത്തിലുള്ളത്. 2 കുങ്കിയാനകൾ ഉടനെത്തും. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം നമുക്കിത് വേണം. എങ്കിലേ നമ്മുടെ ആ ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർണ്ണത്തിലേക്ക് എത്തിക്കാമെന്നാണ്. ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതിനായി 25-ന് മലയാളം, തമിഴ്, ഗോത്രഭാഷകളിൽ അനൗൺസ്മെന്റ് നടത്തും. ദൌത്യം നടക്കുന്ന ദിവസം ചിന്നക്കനാലിൽ വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ആൾതാമസമുണ്ടെന്ന പ്രതീതി ജനിപ്പിച്ച് അരിക്കൊമ്പനെ കീഴ്പ്പെടുത്താനാകുമോ എന്ന ഉദ്യോഗമാണ് ഇനി. ന്യൂസ് 18 ഇടുക്കി. അരിക്കൊമ്പൻ വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ ഓർമ്മകളിൽ കോന്നി സുരേന്ദ്രന്റെ ചങ്ങലക്കിലുക്കവും ഉണ്ടാകും. കോന്നിയിലെ ആനപ്രേമികളുടെ ഗജരാജാവായിരുന്ന സുരേന്ദ്രനെ 2018-ലാണ് കുങ്കിയാന പരിശീലനത്തിനായി കോന്നിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അഴകിലും ലക്ഷണത്തിലും സുരേന്ദ്രനെ വെല്ലാൻ മറ്റാനകളില്ലെന്നാണ് പാപ്പാന്മാർ പറയുന്നത്. 1999-ലാണ് ശബരിമല വനത്തിൽ നിന്നും തള്ളയാന ചരിഞ്ഞതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ കുട്ടിയാനയെ വനപാലകർ കോന്നി ആനത്താവളത്തിലെത്തിക്കുന്നത്. 1 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്കൊമ്പന് വനപാലകർ സുരേന്ദ്രൻ എന്ന പേര് നൽകി. കോന്നി ആനക്കൂട്ടിൽ നിന്നും ചട്ടങ്ങൾ പഠിച്ചതിന് ശേഷം 2018-ൽ കുങ്കിയാനയുടെ പരിശീലനത്തിനായി സുരേന്ദ്രനെ മുതുമലയിലേക്ക് കൊണ്ടുപോയി. PT7 പിടികൂടിയ കുങ്കിയാനകളിൽ പ്രധാനിയായ സുരേന്ദ്രന് അരിക്കൊമ്പനെ തളയ്ക്കാൻ കഴിയുമെന്നാണ് സുരേന്ദ്രന്റെ ആദ്യ പാപ്പാന്റെ വിലയിരുത്തൽ. സുരേന്ദ്രൻ വിജയിച്ച് ഈ അരിക്കൊമ്പനെ പിടിക്കാൻ നല്ല രീതിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കോന്നിക്കാരുടെയും പ്രാർത്ഥനയുണ്ട്. സ്റ്റാഫിൻ്റെ എല്ലാ പ്രാർത്ഥനയുണ്ട്. ആനയും ആനപ്പാപ്പാനും ഞങ്ങൾ കഴിയുന്ന എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് താൻ. കുങ്കിയാനകളിൽ ഏറെ ലക്ഷണമൊത്ത ആനയെന്ന പ്രത്യേകതയും കോന്നി സുരേന്ദ്രനുണ്ട്. വീശിയെടുത്ത കൊമ്പ്, തുമ്പിക്കയിറക്കം, തലയെടുപ്പ്, കുതിരയുടെ ഉടൽ എന്നിവയെല്ലാമാണ് സുരേന്ദ്രനെ മറ്റാനകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഏറെ ആരാധകരുള്ള സുരേന്ദ്രനെ കോന്നിയിൽ നിന്നും കൊണ്ടുപോകുന്നതിനെതിരെ 2018-ൽ ആനപ്രേമികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യത്തിൽ സുരേന്ദ്രൻ ഉൾപ്പെട്ടതോടെ കോന്നിയിലെ ആനപ്രേമികളും ആവേശത്തിലും പ്രാർത്ഥനയിലുമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. അപകടകാരികളായ ഒറ്റയാന്മാർ മാത്രമല്ല കുറുമ്പുകാട്ടി അമ്മയ്ക്കൊപ്പം
ഉല്ലസിക്കുന്ന കുട്ടിയാനകളും ചിന്നക്കനാലിലുണ്ട്. ആനയിറങ്കൽ ജലാശയത്തിന് സമീപം മിക്കപ്പോഴും ആനക്കൂട്ടങ്ങളുടെ സാന്നിധ്യമുണ്ടാകും. തേയില ചെരുവുകളിലൂടെ കുസൃതി കാട്ടി നടന്നു നീങ്ങുന്ന ആനക്കൂട്ടത്തിന്റെ കാഴ്ചകൾ. ഇടുക്കിയിലെ ആക്രമണകാരികളായ ഒറ്റയന്മാരിൽ മിക്കവരുടെയും താവളം മതികെട്ടാൻചോല വനമേഖലയാണ്. അരിക്കൊമ്പനൊപ്പം ചക്കക്കൊമ്പനും മൊട്ടവാലിനുമൊക്കെ ഇവിടുത്തുകാരാണ്. ആനയിറങ്കൽ ജലാശയ തീരത്ത് മിക്കപ്പോഴും ഇവരെ കാണാം. കുട്ടിയാനകൾക്കൊപ്പം നീങ്ങുന്ന ആനക്കൂട്ടങ്ങൾ തേയിലച്ചെരുവുകളിലെ പതിവ് കാഴ്ചയാണ്. നാളകളിലെ അരിക്കൊമ്പനും മൊട്ടവാലിനുമൊക്കെ കുട്ടിക്കുറുമ്പന്മാരിലുണ്ട്. ആനക്കൂട്ടങ്ങളുടെ സമീപത്തായി ചിലപ്പോൾ ഒറ്റയാന്മാരുടെ സാന്നിധ്യവും ഉണ്ടാവും. അരിക്കൊമ്പനും ചക്കക്കൊമ്പനുമൊക്കെ ഇവർക്ക് കാവലായി തേയിലച്ചെരുവുകളിലൂടെ നടന്നു നീങ്ങും. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. നാട്ടിൽ ചൂട് അസഹ്യമായ മാർച്ച് മാസത്തിൽ കാട്ടിലെ സ്ഥിതിയും ഏറെ വ്യത്യസ്തമല്ല. തൃശൂർ അതിരപ്പള്ളിയിലെ ഉൾക്കാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൗതുകമുണർത്തുന്നതാണ്. ഏറെ നേരം കാട്ടുചോലയിൽ കുളിച്ച കാട്ടുകൊമ്പൻ കരയിലെ ഈറ്റകൾ ഒടിച്ചു തിന്നുന്നതും ദൃശ്യങ്ങളിൽ കാണാം. രാജു ഗുരുവായൂർ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അക്രമാസക്തനായ രോഗി 2 ജീവനക്കാരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. വയറിനു ഗുരുതരമായി പരിക്കേറ്റ ഹോംഗാർഡിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ ഡോക്ടർമാരും ജീവനക്കാരും OP ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. എന്റെ ദേഹത്ത് വെട്ടാൻ മുന്നേ ഇപ്പൊ തോന്നി പോലീസിനെ വരുന്നില്ല. പോലീസ് അന്നേരം വരുമല്ലോ, അല്ലേ ഡോക്ടർ വരുമല്ലോ. എന്നെ വെട്ടിയെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങാതെ പറയുക. കാപ്പിൽ സ്വദേശിയായ ദേവരാജനാണ് ആശുപത്രി ജീവനക്കാരെയും പോലീസിനെയും മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയത്. കാലിന് മുറിവേറ്റതിനെ തുടർന്നാണ് ഇയാൾ കായംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിയത്. ഇവിടെ എത്തിയ ഉടൻ നഴ്സിംഗ് റൂമിൽ അതിക്രമിച്ചു കയറിയ ദേവരാജൻ മുറിയിലുണ്ടായിരുന്ന കത്രിക എടുത്ത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഒക്സിറേഷൻ്റെ അവിടെ കയറി ചെന്നിട്ട് അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ ഒക്സിറേഷനകത്ത് നിൽക്കുകയായിരുന്നു. 2 ബെഡിൻ്റെ ഇടയ്ക്കായിട്ട് നിൽക്കുകയായിരുന്നു. അയാൾ ഉടനെ തന്നെ നേരെ അങ്ങോട്ട് കയറി ചെന്ന സിസ്റ്ററിൻ്റെ കൈക്ക് പിടിച്ചു. എന്തിയടി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് ചെറിയും പറഞ്ഞ് സിസ്റ്ററെ കയറി കൈക്ക് പിടിച്ചു. വർഷമായപ്പോൾ ഞാനും സെക്യൂരിറ്റിയും കൂടെ ഓടിച്ചെന്ന് എന്തോ കാണിക്കുന്നത് വെളിയിലിറങ്ങുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങളെ തല്ലാനായിട്ട് വന്ന് സെക്യൂരിറ്റി ചേട്ടനെ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് എന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാൽ ഇവിടെ കുത്തി കീറുമെന്നും പറഞ്ഞിട്ട് തോക്കൊക്കെ വെച്ചിട്ട് തൊണ്ടയ്ക്ക് വെച്ചേക്കുന്ന പോലെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബഹളം കേട്ട് പിടിച്ചുമാറ്റാനാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ മധുവും ഹോംഗാർഡ് വിക്രമനും എത്തിയത്. എന്നാൽ ദേവരാജൻ കത്രിക ഉപയോഗിച്ച് 2 പേരെയും കുത്തുകയായിരുന്നു. മധുവിന്റെ വലതു കൈക്കും വിക്രമന്റെ വയറ്റിലുമാണ് കുത്തേറ്റത്. അക്രമിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസുകാരായ ശിവകുമാർ, ശിവൻപിള്ള എന്നിവർക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വിക്രമനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നീട് കൂടുതൽ സുരക്ഷാ ജീവനക്കാർ എത്തി ദേവരാജനെ പിടിച്ചുകെട്ടുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ദേവരാജൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 ദിവസമായി ദേവരാജന് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് 18
ആലപ്പുഴ. 5ാം മാസവും സ്റ്റൈപ്പൻഡ് ലഭിക്കാതായതോടെ കൊല്ലം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരും ഹൌസ് സർജൻമാരും അനിശ്ചിതകാല സമരത്തിൽ. സ്റ്റൈപ്പൻഡ് നൽകാൻ തുക അനുവദിക്കണമെന്ന് പലതവണ അപേക്ഷ നൽകിയിട്ടും അവഗണനയായിരുന്നു സർക്കാരിന്റെ മറുപടി. പരിഹാരമുണ്ടായില്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഡോക്ടർമാർ. MBBS പഠനം പൂർത്തിയായെങ്കിലും മറ്റാശുപത്രികളിൽ ജോലിക്ക് പോകാൻ കഴിയില്ല. ഇതാണ് PG പഠനത്തിനുള്ള പ്രധാന വ്യവസ്ഥ. ഇതോടെ വിദ്യാർത്ഥികളൊക്കെയും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ്. മുടങ്ങിക്കിടക്കുന്ന സ്റ്റൈപ്പൻഡ് ലഭിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിച്ചതോടെയാണ് 8 PG ഡോക്ടർമാരും 90 ഹൌസ് സർജന്മാരും സമരരംഗത്തിറങ്ങിയത്. നാലോ അഞ്ചോ മാസമായിട്ട് ഇവിടുത്തെ PGസിന് സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല. ഇവരെല്ലാവരും തന്നെ ഒരു കുടുംബമുള്ള അല്ലെങ്കിൽ ഹെൽത്ത് സർവീസിലൊക്കെ ജോലിക്ക് ഇരുന്നിട്ട് ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാരാണ്. ഹൗസ് സർജൻസ് ആണെങ്കിലും അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു പീരീഡാണ്. ഈ സമയത്ത് നമ്മുടെ സ്റ്റൈപ്പൻഡിനെ പിടിച്ചു വയ്ക്കുക അല്ലെങ്കിൽ അത് സമയത്തിന് കിട്ടാതിരിക്കുക എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മളതിൽ അസ്വസ്ഥരാണ്. സ്റ്റൈപ്പൻഡ് നൽകാനുള്ള തുകയ്ക്കായി പലതവണ അപേക്ഷ നൽകിയിട്ടും നിഷേധാത്മക മറുപടിയായിരുന്നു സർക്കാരിൻ്റേത്. PG സീറ്റ് ആരംഭിക്കാൻ അനുമതി നൽകിയിരുന്നോ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ മറുപടി വിദ്യാർത്ഥികളെ മാത്രമല്ല കോളേജ് അധികൃതരെയും അമ്പരപ്പിച്ചു. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്ത് തുക അനുവദിക്കാൻ കാലതാമസം എടുക്കുന്നത് മനഃപൂർവ്വമാണെന്നും ഡോക്ടർമാർ ആരോപിക്കുന്നു. ബുദ്ധിമുട്ടിലായ രോഗികളോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർമാർ സമരം തുടങ്ങിയത്. ഈ പറഞ്ഞ കാഷ്വാലിറ്റി സർവീസസും ലേബർ റൂം സർവീസസ് തുടങ്ങി നമ്മൾ പേഷ്യൻസിനായിട്ട് ഏറ്റവും കൂടുതൽ സർവീസ് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ സർവീസ് പിൻവലിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിത് ജനങ്ങളോട് പറയാനുള്ള ഒരു സമയത്ത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ചികിത്സിക്കുന്ന രാവും പകലും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഇവിടെ ജോലി എടുക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഹൗസ് സർജന്മാർക്ക് അല്ലെങ്കിൽ PGകൾക്ക് ഇവിടെ കൃത്യമായ വേതനം ലഭിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് PG ഡോക്ടർമാരുടെയും ഹൗസ് സർജന്മാരുടെയും തീരുമാനം. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് ആവിക്കൽത്തോട് കോതി മലിനജല സംസ്കരണ പ്ലാന്റ് വിരുദ്ധ പ്രതിഷേധവുമായി വീണ്ടും സമരസമിതി. 2 മലിനജല സംസ്കരണ പ്ലാന്റുകൾ അവിടെ തന്നെ സ്ഥാപിക്കുമെന്ന് കോർപ്പറേഷൻ ബജറ്റ് സമ്മേളനത്തിൽ മേയർ വ്യക്തമാക്കിയതോടെയാണ് സമരത്തിന് നീക്കം. ആവിക്കലിൽ 3ാം ഘട്ട പ്രക്ഷോഭ പരിപാടികളുമായി സമരസമിതി. മലിനജല സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു ഇവിടെ സമരപരിപാടികൾക്ക് തുടക്കമായത്. ആഴ്ചകൾ നീണ്ടിരുന്ന ആദ്യഘട്ട സമരം 2ാം ഘട്ട സമരവും ആവിക്കലിനെ പ്രക്ഷുബ്ധമാക്കി. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ നിർത്തിവെച്ചതോടെ സമരപരിപാടികളും അവസാനിച്ചിരുന്നു. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് കോർപ്പറേഷൻ ബജറ്റിനിടെ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് വ്യക്തമാക്കിയതോടെ വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. 460 ദിവസത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളെ അടിച്ചൊതുക്കി ഇനിയും ആ പദ്ധതിയുമായി ഇവിടെ സർക്കാർ വരാൻ തയ്യാറാണെങ്കിൽ അതിന് എന്ത് വില കൊടുത്തും പ്രതിരോധിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അതല്ല, ജനങ്ങളെ അടിച്ചൊതുക്കി അവർക്കൊരു രക്തസാക്ഷിയാണ് ആവശ്യമെങ്കിൽ അത് ഇവിടെ കൊടുക്കാനും തയ്യാറാണ് ഈ സമരസമിതി. അതിനൊന്നും യാതൊരു മടിയുമില്ല. കോതിയിൽ ആദ്യഘട്ട സമരത്തോട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. എന്നാലും ആവിക്കലിലും കോതിയിലുമല്ലാതെ മലിനജല സംസ്കരണ പ്ലാന്റിന് ഫലപ്രദമായ സ്ഥലം കണ്ടെത്താനാവാതെ വന്നതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കോർപ്പറേഷൻ തീരുമാനം. ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. ജാർഖണ്ഡിലെ ഗിരിദിക് ജില്ലയിൽ 4 ദിവസം പ്രായമുള്ള നവജാത ശിശുവിനെ പോലീസുകാരൻ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കുടുംബത്തിന്റെ പരാതിയിൽ 6 പോലീസുകാർക്കെതിരെ കേസെടുത്തു. കുട്ടിയുടെ മുത്തച്ഛൻ പ്രതിയായ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം. മുറിയിൽ ഉറങ്ങിക്കിടന്ന നവജാത ശിശുവിനെ പോലീസുകാരൻ ചവിട്ടി വീഴ്ത്തുകയായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. പുതിയ റിപ്പോർട്ട് ഉടനെന്ന് ട്വിറ്ററിലൂടെ അറിയിച്ച് ഹിൻഡൻബർഗ്. പുതിയ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനെ കുറിച്ചാണോ അതോ മറ്റേതെങ്കിലും ഗ്രൂപ്പിനെ കുറിച്ചാണോ എന്നതിൽ വ്യക്തതയില്ല. ആഗോളതലത്തിൽ ബാങ്കിംഗ് സംവിധാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യാപകമായ ആശങ്കകൾ നിലനിൽക്കുന്ന സമയത്താണ് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ട്വീറ്റ് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഹിൻഡൻബർഗിന്റെ മുന്നറിയിപ്പ് പാർലമെന്റിൽ ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഇൻഡിഗോയിൽ മദ്യപിച്ച് ജീവനക്കാരോട് മോശമായി പെരുമാറിയ 2 യാത്രക്കാർ അറസ്റ്റിൽ. ദുബായ് മുംബൈ വിമാനത്തിൽ ഇന്നലെയായിരുന്നു സംഭവം. വിമാനം മുംബൈയിലെത്തിയപ്പോൾ ഇരുവരെയും അറസ്റ്റ് ചെയ്തു. ജീവനക്കാർ ഒന്നിലധികം തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും വിമാനത്തിൽ മദ്യം കഴിക്കുന്നത് തുടരുകയും ജീവനക്കാരെയും സഹയാത്രികരെയും അസഭ്യം പറഞ്ഞെന്നുമാണ് പരാതി.
കോഴിക്കോട് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. മലപ്പുറം സ്വദേശികളെയാണ് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കാരപ്പറമ്പിലുള്ള ഫ്ളാറ്റിലെത്തിച്ച് പാനീയത്തിൽ ലഹരി നൽകി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. കോഴിക്കോട് സ്വദേശിയായ സീരിയൽ നടിയാണ് പരാതിക്കാരിയെ പ്രതികളുമായി പരിചയപ്പെടുത്തുന്നത്. ഈ മാസം 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. സംസ്ഥാനത്ത് റോഡുകളുടെയും പാലങ്ങളുടെയും ഗുണനിലവാരം നിർമ്മാണവേളയിൽ തന്നെ വിലയിരുത്തുന്ന മൊബൈൽ പരിശോധനാ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് മൊബൈൽ ഗുണനിലവാര പരിശോധനാ കേന്ദ്രങ്ങൾ സഹായകമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലായി 3 യൂണിറ്റുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം പാപ്പനംകോട് നിർമ്മാണം പുരോഗമിക്കുന്ന റോഡിന്റെ ഗുണനിലവാരം പരിശോധിച്ചുകൊണ്ട് മൊബൈൽ പരിശോധനാ കേന്ദ്രങ്ങൾക്ക് തുടക്കമായി. അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് പരിശോധന. ഗുണനിലവാര പരിശോധന നേരിട്ട് വിലയിരുത്താൻ മന്ത്രി മുഹമ്മദ് റിയാസ് എത്തി. ഇത് നമുക്ക് കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി നടക്കുന്ന സൈറ്റിൽ വെച്ച് തന്നെ ഗുണനിലവാര പരിശോധന നടത്താനാവും. അതിന്റെ ഫലം പിന്നീട് അറിയാൻ വേണ്ടി പറ്റും. പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ ആവശ്യമായ തിരുത്തൽ നടപടികൾ ഇതിന്റെ ഭാഗമായി നടത്താനാവും. കോൺക്രീറ്റ് പ്രതലത്തിന്റെ കാഠിന്യം നിജപ്പെടുത്തുവാനും കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടെത്താനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. മണ്ണിന്റെ ഉറപ്പും ജലാംശവും അറിയാനുള്ള ഇലക്ട്രിക്കൽ ഡെൻസിറ്റി ഗേജും മൊബൈൽ യൂണിറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. റോഡിന്റെ വിവിധ ലെയറുകളിലുള്ള ആഴവും വ്യാപ്തിയും താഴ്ചയും ഉൾപ്പെടെ നിർമ്മാണവേളയിൽ തന്നെ വിലയിരുത്താം. പരിശോധനാ ഫലം ഉടൻ ലഭിക്കുമെന്നതിനാൽ വേണ്ട മാറ്റങ്ങൾ അപ്പോൾ തന്നെ വരുത്തുകയും ചെയ്യാം. സംസ്ഥാനത്തെ റോഡുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് വ്യാപക വിമർശനം ഉയരുന്ന ഘട്ടത്തിലാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലാ നഗരസഭയിൽ വീണ്ടും കേരള കോൺഗ്രസ് CPM പോര്. നഗരസഭാ ബജറ്റ് ദിനത്തിൽ കേരള കോൺഗ്രസ് എം കറുപ്പ് ധരിച്ച് രംഗത്തെത്തിയതിനെതിരെ CPM രംഗത്തു വന്നു. അതേസമയം പ്രതിപക്ഷ ബജറ്റ് അവതരണം അട്ടിമറിച്ചതിനെതിരെയാണ് കറുപ്പുടുത്തെത്തിയത് എന്നാണ് കേരള കോൺഗ്രസിന്റെ വിശദീകരണം. CPM അംഗം ബിനു പുളിക്കക്കണ്ടത്തിന് ചെയർമാൻ സ്ഥാനം ലഭിക്കാതിരിക്കാൻ കേരള കോൺഗ്രസ് എം നടത്തിയ നീക്കങ്ങൾ വിവാദമായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബിനു പുളിക്കക്കണ്ടം കറുപ്പുടുത്ത് നഗരസഭയിലെത്താൻ തുടങ്ങിയത്. ഇന്നലെ CPM നഗരസഭാ അധ്യക്ഷ ജോസിൻ ബിനോ ബജറ്റ് അവതരിപ്പിച്ച ദിനം കറുപ്പുടുത്തെത്തിയത് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ. എന്നാൽ വൈസ് ചെയർപേഴ്സൺ സിജി പ്രസാദ് ബജറ്റ് അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ചാണ് കറുപ്പുടുക്കുന്നതെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത്. ഒരു ഭരണസ്തംഭനമൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അത് നടക്കില്ല. LDF ഒറ്റക്കെട്ടായി അതിനെ നേരിടും. അതിൻ്റെ സൂചനയായിട്ടാണ് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഞങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ച് ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയുണ്ട്. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെതിരെ CPM രംഗത്തു വന്നു. ജോസ് കെ മാണിയുടെ തീരുമാനപ്രകാരമാണ് കേരള കോൺഗ്രസ് എം കറുപ്പുടുത്തെത്തിയതെന്നാണ് CPM ആരോപണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഒരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ നിർദ്ദേശപ്രകാരം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പ്രതിഷേധവുമായി കടന്നു വന്നത് ഒരു രീതിയിലും അംഗീകരിക്കുവാൻ CPMന്റെ പാർലമെന്റ് പാർട്ടികൾ എന്ന രീതിയിൽ ഞാൻ തയ്യാറല്ല. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിജി പ്രസാദ് ആയിരുന്നു ബജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ പ്രതിപക്ഷാംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ധനകാര്യ സബ്ജക്ട് കമ്മിറ്റിയിൽ ഇത് പാസ്സായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് നഗരസഭാ അധ്യക്ഷ തന്നെ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നത്. ന്യൂസ് 18 കോട്ടയം. അങ്ങാടിപ്പുറം തിരുമടാംകുന്ന് ദേവസ്വത്തിന്റെ ഭൂമി സംബന്ധിച്ചുയരുന്ന ആരോപണങ്ങൾ നിഷേധിച്ച ദേവസ്വം. ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി മറ്റാരും സ്വന്തമാക്കിയിട്ടില്ല. കാലങ്ങൾക്ക് മുൻപ് ദേവസ്വമായോ ബ്രഹ്മസ്വമായോ ഉണ്ടായിരുന്ന ഭൂമിയാകാം ഇന്ന് പലരുടെയും കയ്യിൽ. ഇത് സംബന്ധിച്ചുയരുന്ന വിവാദങ്ങൾ അനാവശ്യമാണെന്നും തിരുമടാംകുന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ M വേണുഗോപാൽ പറഞ്ഞു. പൂരം സംഘാടക സമിതിയിൽ MP-യെയും MLA-യും ഉൾപ്പെടുത്തിയതിനെ വിമർശിക്കുന്നവർക്ക് നല്ല ഉദ്ദേശമല്ല. വിശ്വാസ സമൂഹം കാര്യങ്ങൾ മനസ്സിലാക്കി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. വള്ളുവനാട് ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് തിരുമാന്താംകുന്ന് പൂരം. ഇത്തവണ പൂരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തിരുമാന്താംകുന്ന് ക്ഷേത്രവും അതിന്റെ പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ വാർത്തകളിൽ നിറയുകയാണ്, അല്പം വിവാദങ്ങളോടെ. നമ്മോടൊപ്പം ചേരുന്നത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ M വേണുഗോപാലാണ്. ഈ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ടപ്പോൾ തന്നെ വിവാദങ്ങളും അല്ലാതെ ഉയർന്നു വരികയാണ്. ഒന്ന്, തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ ഭൂമി മറിയുമ്മ എന്ന ഒരു പേരിലുള്ള ആരുടെയോ പേരിൽ പതിച്ചു നൽകിയതായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ രേഖകളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥത ഒരു മുസ്ലിമാണെന്ന പേരിൽ ഒരു വിഭാഗം
സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നുണ്ട്. എന്താണ് ഇതിൽ ദേവസ്വത്തിന് പറയാനുള്ളത്? അത്തരം പ്രചരണത്തെ, വ്യാജ പ്രചരണത്തെ ദേവസ്വം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളത് പരിശോധിക്കേണ്ടായി. കുറുവ വില്ലേജിൽ സർവേ നമ്പർ 7 സബ് ഡിവിഷൻ 5 2.37 ഏക്കർ ഭൂമി ദേവസ്വം ഊരാളനായിട്ടുള്ള, അല്ലെങ്കിൽ തിരുമാന്താംകുന്ന് ക്ഷേത്രം ഊരാളൻ ജന്മിയായിട്ടുള്ള ഭൂമി മറ്റൊരാൾക്ക് പതിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് ആ വാർത്തകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു വിവരാവകാശത്തിന് രേഖയായിട്ട് ആ വില്ലേജിൽ നിന്ന് നൽകിയ ഒരു രേഖയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ദേവസ്വത്തിൻ്റെ ഭൂമി സംബന്ധിച്ച രജിസ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ ഈ വില്ലേജിൽ ഈ സർവേ നമ്പറിൽ ഈ 2.37 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല. അപ്പോൾ അത്തരത്തിൽ അതൊരു മുസ്ലിം നാമധാരിയുടെ പേരുമായി ചേർത്തുകൊണ്ട് പുതിയൊരു വിവാദത്തിന് തിരികൊളുത്താൻ കഴിയുമോ എന്നാണ് ചില കുൽസിത കേന്ദ്രങ്ങളിലുള്ള നീക്കം. നമ്മൾ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാ ക്ഷേത്രഭൂമിയുടെയും അല്ലെങ്കിൽ എല്ലാ ഭൂമിയുടെയും 1, 2, 3 അടിയാധാരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ബ്രഹ്മസ്വമോ ദേവസ്വമോ ആയിരിക്കും ജന്മി. ഒരുപക്ഷെ ഇവർക്ക് പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാതിരിക്കുകയോ വ്യക്തമല്ല, ലെജിബിൾ അല്ല അവർ കൊടുക്കുന്ന രേഖകൾ. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ അധികാരികളിൽ നിന്ന് തേടുന്നതിന് ശ്രമം നടക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ പ്രാഥമിക പരിശോധനയിൽ അത് ക്ഷേത്രത്തിൻ്റെ ഭൂമിയല്ല എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ മുന്നൊരുക്കങ്ങളിൽ പെയിൻ്റ് അടിച്ചത് മുതൽ, സംഘാടക സമിതി രൂപീകരിച്ചത് മുതൽ ഈ വല്ലാത്തൊരു വർഗീയമായിട്ടുള്ള പ്രചാരണമാണ് നടക്കുന്നത്. പെയിൻറ് മാറ്റി പക്ഷേ സംഘാടക സമിതിക്കെതിരെയുള്ള പരാതി കോടതിയിൽ വരെ എത്തി നിൽക്കുകയാണ്. എന്താണ് ഇതിൽ പറയാനുള്ളത്? ക്ഷേത്രത്തിൻ്റെ പെയിൻ്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിൽ ഇത്തവണ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ആ റീപെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം മാത്രമാണ് പെയിൻറ്റർക്ക് നൽകിയിട്ടുള്ളൂ. അക്കാര്യത്തിൽ അദ്ദേഹം തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉത്സവം, അതിൻ്റെ താന്ത്രികവും ആചാരവും പരമായ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ക്ഷേത്രത്തിൻ്റെ തന്ത്രിവര്യന്മാരുടെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ മേൽശാന്തിമാർ, ക്ഷേത്രം ട്രസ്റ്റി, ഊരാളൻ അവരുടെയൊക്കെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ദേവസ്വം അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് പൂരം എന്ന് പറയുന്നത് വള്ളുവനാടിൻ്റെ ഒരു മഹാ ഉത്സവമാണ്. വിവിധ മതവിഭാഗങ്ങളിലുള്ള ആളുകൾ ഈ പൂരത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ആളുകൾ, നാനാ വിഭാഗം ആളുകൾ പങ്കെടുക്കുന്നതാണ്. ഒരു വലിയ മഹോത്സവം, ഈ നാടിൻ്റെ ഉത്സവമാണ്. ആ അർത്ഥത്തിൽ ആ പൂരത്തിൻ്റെ സംഘാടനത്തെ, ഈ ക്ഷേത്രത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമിതിയാണ് വിളിച്ചു ചേർക്കാൻ വേണ്ടി ആലോചിച്ചത്. അത് ക്ഷേത്രത്തിലെ ജീവനക്കാരുമായി നടത്തിയുള്ള പ്രാഥമിക ചർച്ചയുടെ ഭാഗത്തിൽ അത് നന്നായിരിക്കുമെന്നും നമുക്ക് നമ്മുടെ ഇതിൻ്റെ ട്രാഫിക് നിയന്ത്രണങ്ങൾ, മറ്റ് സാങ്കേതിക സഹായങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിനെ സഹായിക്കാൻ കഴിയും. അന്നദാനം എല്ലാ ദിവസവും 11 ദിവസം 10,000-കണക്കിന് ആളുകൾക്ക് ക്ഷേത്രം അന്നദാനം നൽകുന്നതാണ് ഭക്തരുടെ സഹായം കൊണ്ട്. അപ്പോൾ അന്നദാനത്തിനൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘാടക സമിതിയാണ് ക്ഷേത്രം ഉദ്ദേശിച്ചത്. മഹാക്ഷേത്രം നിലനിൽക്കുന്ന ഈ പ്രദേശം അങ്ങാടിപ്പുറത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും രാജ്യത്തിൻ്റെ പരമോന്നത നിയമനിർമ്മാണ സഭയായ ലോക്സഭയിൽ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന ജനപ്രതിനിധികളെയാണ് ആ യോഗത്തിലേക്ക് ക്ഷണിച്ചത്. ആ യോഗം ഐകകണ്ഠേനയാണ് ഈ ആരാധ്യനായ നമ്മുടെ തന്ത്രിയെയും ബഹുമാന്യായ ട്രസ്റ്റിയെയും അതുപോലെ തന്നെ MP-യെയും ഇതിൻ്റെ രക്ഷാധികാരിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പേരുകളെ പരാമർശിച്ചുകൊണ്ട് വർഗീയവൽക്കരിക്കുന്നുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. വളരെ പ്രയാസകരമായൊരു സാഹചര്യമാണ്. ഈ നാടിൻ്റെ, ഈ മഹാക്ഷേത്രത്തിൻ്റെ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു, മലയാളികളുള്ള സ്ഥലത്തൊക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ ആ യശസ്സിനെ, ശോഭയെ നശിപ്പിക്കുന്ന വല്ലാത്തൊരു നീച പ്രവൃത്തിയാണ് അത്തരത്തിലുള്ള ആളുകൾ ഏറ്റെടുക്കുന്നത്. ഈ പെരിന്തൽമണ്ണ താലൂക്കിൽ തന്നെ രാമപുരം ക്ഷേത്രവും പാലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ ഈ മഹത് വ്യക്തിത്വങ്ങൾ തന്നെ അതിൻ്റെ സംഘാടക സമിതിയുടെ ഭാരവാഹികളായിട്ടുണ്ടായിട്ടുണ്ട്. സത്യസന്ധരായ ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും അതിനെ തള്ളിക്കളയും. ഈ പൂരം എക്കാലത്തെയും മികച്ച പൂരങ്ങളിലൊന്നായി അടയാളപ്പെടുത്തുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വിവാദമുണ്ടാക്കുന്നവർക്ക് ലക്ഷ്യം വേറെയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും പൂരം തടസ്സപ്പെടില്ല. പൂരം വളരെ നല്ല രീതിയിൽ തന്നെ ഈ വർഷവും നടക്കുമെന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു നിർത്തുന്നത്. അങ്ങാടിപ്പുറം CB അനുമോദ്, ന്യൂസ് 18. വിഷുവിപണി ലക്ഷ്യമിട്ട് അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച ഒരു കണ്ടെയ്നർ ലോറി പടക്കം പിടികൂടി. പാലക്കാട് മണലിയിൽ പടക്കം കച്ചവടത്തിനായി ഇറക്കുന്നതിനിടെയാണ് പാലക്കാട് നോർത്ത് പോലീസ് പിടികൂടിയത്. മതിയായ സുരക്ഷയില്ലാതെ തമിഴ്നാട് ശിവകാശിയിൽ നിന്നും കൊണ്ടുവന്ന ഒരു ലോഡ് പടക്കമാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ തമിഴ്നാട് വിരുതാനഗർ സ്വദേശി മരുതപാണ്ടി, ശിവകാശി സ്വദേശി ജോൺ പീറ്റർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പാലക്കാട്ടെ വിവിധ വഴിയോര കച്ചവടക്കാർക്ക് നേരിട്ടും ഏജന്റുമാർ മുഖേനയും പടക്കമെത്തിക്കുന്നവരാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കുള്ള ലൈസൻസോ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ കൊണ്ടുവന്നതാണ് നടപടിക്ക് കാരണമായത്. പടക്കങ്ങൾക്ക് പുറമെ പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പ് തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളും
പെട്ടികളിലാക്കിയാണ് ലോറിയിൽ കൊണ്ടുവന്നത്. അനധികൃതമായി കച്ചവടം ചെയ്യുന്നവർക്കാണ് ഇവർ പടക്കം കൈമാറുന്നത്. 25-ലധികം വരുന്ന വ്യാപാരികൾക്കായാണ് പടക്കം കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. 4 സ്ഥലങ്ങളിൽ പടക്കം ഇറക്കിയ ശേഷമാണ് വാഹനം പിടികൂടിയത്. പടക്കം കൈമാറുന്നവർക്ക് കച്ചവടത്തിനാവശ്യമായ ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തി. പടക്കം വാങ്ങിയ കച്ചവടക്കാർക്കെതിരെയും നടപടിയെടുക്കും. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. തീപിടുത്തത്തിൽ വീടുൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട ആലപ്പുഴ രാമപുരം സ്വദേശി ശ്രീകുമാറിനും കുടുംബത്തിനും ഇനി കരുതലിന്റെ തണലിൽ തലചായ്ക്കാം. ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയാണ് കുടുംബത്തിന് കിടപ്പാടമൊരുക്കി നൽകിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 23 രാത്രിയാണ് ശ്രീകുമാറിന്റെ വീട് കത്തി നശിച്ചത്. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് എല്ലാം ചാരമായി. ഈ സമയം വീട്ടുകാരില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. വാഹനാപകടത്തെ തുടർന്ന് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുമാറിന് മറ്റു ജോലികൾക്ക് പോകാൻ കഴിയില്ല. ആകെയുള്ള വീട് പൂർണ്ണമായും കത്തി നശിച്ചതോടെ 2 പെൺമക്കളുമായി സുരക്ഷിതമായി കഴിയാൻ മറ്റൊരു വീട് നിർമ്മിക്കുക എന്നത് ശ്രീകുമാറിനെ കൊണ്ട് അസാധ്യമായിരുന്നു. ഇവരുടെ അവസ്ഥ അറിഞ്ഞ് കുടുംബത്തെ സഹായിക്കാനായി കരുതൽ ചെയർമാൻ ഷാജി കെ ഡേവിഡും സഹപ്രവർത്തകരും മുന്നോട്ട് വരികയായിരുന്നു. ഒക്കെ തകർന്ന് തരിപ്പണമായ ഒരു ഭീകരമായ ശബ്ദം. ആ വീട് കത്തി ചാമ്പലായി. ആ ചാമ്പലിൽ നിന്നുകൊണ്ട് ഒരു വീട് എന്ന സ്വപ്നം 6 മാസം കൊണ്ട് പൂർത്തീകരിച്ച് ഇങ്ങനെ ഒരു കൊച്ചു ഭവനം ഈ 2 കുഞ്ഞുങ്ങൾക്ക് കൈമാറുമ്പോൾ സന്തോഷത്തിന്റെ, ഞാൻ പറയാറുണ്ട്, ഞാൻ 51ാമത്തെ വിവാഹമാണ്. ശരിക്കും ഇത്തരത്തിലുള്ള, എനിക്കൊരു മകളാണ്, എന്നാൽ ഇത്തരത്തിലുള്ള കുറെ മക്കൾ, കുറെ വീടുകൾ, ഈ സന്തോഷമാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ കൂട്ടായ്മ സന്തോഷം. തുടർന്നും എല്ലാ 50 നിൽക്കുന്നില്ല, തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. കരുതൽ ഹരിപ്പാട് നടത്തിയ ബജി ചലഞ്ചിലൂടെ ലഭിച്ച തുകയും ഉദാരമതികളുടെ സഹായവും സ്വരൂപിച്ചാണ് 7 ലക്ഷത്തോളം രൂപ മുടക്കി 480 ചതുരശ്ര അടിയുള്ള വീട് പൂർത്തീകരിച്ചത്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 50ാമത്തെ വീടാണിത്. വീടിനൊപ്പം കത്തി നശിച്ച ഭൂമിയുടെ ആധാരവും കുടുംബത്തിന് ഉച്ചയൂണ് കൂട്ടായ്മ വീണ്ടെടുത്ത് നൽകി. വീടിന്റെ താക്കോൽദാനം AM ആരിഫ് MP നിർവഹിച്ചു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അധ്യക്ഷനായിരുന്നു. ന്യൂസ് 18 കായംകുളം. വേറിട്ട വിവാദങ്ങൾക്ക് വേദിയായിരിക്കുകയാണ് പത്തനാപുരം ഗാന്ധി ഭവൻ. ഗോത്ര സമുദായത്തിൽപ്പെട്ട 30 യുവതികളാണ് ഗാന്ധി ഭവനിൽ ഒരേ സമയം സുമംഗലികളായത്. വിവാഹ ചടങ്ങുകൾ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. താലി കെട്ടാനുള്ള സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ സമൂഹത്തിന് വെളിച്ചമാകുന്ന വിശിഷ്ട വ്യക്തികളുടെ പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞത്തോട്, വേലൻപ്ലാവ്, അട്ടത്തോട്, നിലയ്ക്കൽ, ചിറ്റാർ എന്നിവിടങ്ങളിലുള്ള ആദിവാസി ഊരുകളിലെ യുവതീ യുവാക്കളാണ് വിവാഹിതരായത്. വളരെ വിപുലമായ സ്വീകരണമാണ് ഗാന്ധിഭവൻ യുവതീ യുവാക്കൾക്കായി ഒരുക്കിയത്. ഗാന്ധിഭവനിലെ സ്നേഹമന്ദിർ ഓഡിറ്റോറിയത്തിൽ നടന്ന ലളിത മനോഹരമായ ചടങ്ങിന് 100 കണക്കിന് അന്തേവാസികളും പൗരപ്രമുഖരും സാക്ഷിയായി. വിവാഹ ചടങ്ങുകൾ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. KB ഗണേഷ് കുമാർ MLA വധൂവരന്മാരെ കൈപിടിച്ചു നൽകി. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജനും ട്രസ്റ്റി പ്രസന്ന രാജനും ചേർന്നാണ് വധൂവരന്മാർക്ക് താലി നൽകിയത്. കഴിഞ്ഞ വർഷം 28 ഗോത്രവർഗ യുവതികളുടെ ഉൾപ്പെടെ 236 നിർധന യുവതികളുടെ വിവാഹങ്ങൾ ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനാപുരം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.